ഇരുട്ട്. ഇതെന്താ ഒരു കുടം? തുറക്കാനും പറ്റുന്നില്ലല്ലോ. ഇരിക്കട്ടെ. വൈകാതെ ഡാങ്കിനിയോ എന്തേ രാത്രി? ഒരു കുടം കിട്ടി കുട്ടൂസ, തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെയും കറണ്ടില്ലേ? ഇല്ല, അതല്ലേ മെഴുകുതിരി കത്തിച്ചത്. എന്റെ ഡാങ്കിനി, കുടം തുറക്കാൻ പറ്റാത്തത് ഭാഗ്യമായി. അതെന്താ? ഇത് വെളിച്ചാത്തനാ. ഒരു തരി വെളിച്ചം കണ്ടാൽ ഇവൻ ഭീകര ജീവിയാവും. അമ്മേ, ഞാൻ ഫോണിലെ ടോർച്ചും പിടിച്ചാ വന്നത്. അമ്മൂമ്മയുടെ ഫോണല്ലേ, ഒരു തരി വെളിച്ചമേ കാണൂ. ഇന്ന് നാട്ടിൽ ഒരിടത്തും കറണ്ടില്ല. ഒരു പരിപാടി ഒപ്പിച്ചാലോ? മോശമാണോ? അല്ലടാ, വെളിച്ചാത്തനെ രാജുവിന്റെയും രാധയുടെയും വീട്ടിൽ തുറന്നു വിടാം. എന്നിട്ട് വാതിലിൽ മുട്ടി വേഗം സ്ഥലം വിടാം. അവർ കാര്യം അറിയാൻ ടോർച്ച് തെളിക്കും. അതോടെ വെളിച്ചാത്തൻ ബും. ഹിഹി. ഒരു കാര്യം പറയാൻ മറന്നു. മായാവിയെ കിട്ടി, സഞ്ചിയിലുണ്ട്. ആഹാ, അപ്പൊ വെളിച്ചാത്തൻ ഉൾപ്പെടെ 2 ചാത്തൻ. ഞാനുൾപ്പെടെ 3. വൈകാതെ കുടം അവിടെ എത്തിയിട്ട് തുറന്നാൽ മതി. ശരിയാ, റിസ്ക് എടുക്കണ്ട. വൈകാതെ ഇനി ചാത്തനെ തുറക്കാം. അമ്പട, അവന്റെ മുഖം കണ്ടില്ലേ? അവനെ ഓടിക്കണമല്ലോ. നമുക്ക് താഴെ ഇറങ്ങണ്ടേ? ഓടിക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു. എങ്ങനെ? ഓടിക്കും. ഈ നാളത്തിന്റെ വെളിച്ചം കണ്ടതും അമ്മോ സോറി വെളിച്ചാത്ത, ഞങ്ങളെ വിടണേ. മായാവി, എന്താ ഒരു ശബ്ദം കേട്ടത്? എല്ലാം പറയാം. അവർ പോകുന്നത് വരെ ടോർച്ച് എടുക്കേണ്ട. വീടിൽ വിടറേ, വിശന്നിട്ട് വയറു കത്തുന്നു. ഓഹോ, അവൻ സ്ഥലത്തുണ്ടെന്നർത്ഥം. നോക്ക് നോക്ക് റോക്കറ്റ്. അമേരിക്കയിൽ പോയി പഠിച്ച ചാത്തനാ. അവൻ എന്തിൽ തട്ടിയാലും ആ സാധനം റോക്കറ്റ് പോലെ പറക്കും. അതാ അവൻ തന്നെ. നോക്ക് നോക്ക്. ദേ പോകുന്നു കാള റോക്കറ്റ്. എവിടെയോ ചെന്ന് ഇറങ്ങുവോ? ഹലോ, നോക്ക് നോക്ക് അല്ലേ? യെസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഐ റിമെമ്പർ. ഞങ്ങളുടെ കൂടെ വന്ന 2 പിള്ളേരെ പറത്തി വിടാനുണ്ട്. അതിനെന്തോ, പഴത്താനല്ലോ. മായാവി അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, നോക്ക് നോക്ക് എത്തിയോ? കമോൺ, പോകാം. കുന്തത്തിൽ തട്ടല്ലേ? ആദ്യം വീട്ടിൽ പോയി ചായയൊക്കെ കുടിക്കാം, എന്നിട്ട് പിള്ളേരെ പറത്താൻ പോകാം. ഓക്കേ. വൈകാതെ. ഇതാണോ വീട്? ഹിഹി. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാ സൗകര്യവുമുണ്ട്. പിന്നെ 5 സ്റ്റാർ ഹോട്ടലല്ലേ? കേറി വാ, അകത്തേക്ക് ഇരിക്കാം. ഒരു സൂത്രമുണ്ട്. ഓം ഹ്രീം ഡോർ ക്ലോസ്. മായാവി മന്ത്രം ചൊല്ലിയതോടെ ഞാൻ കേറിയില്ല, തുറക്ക്. ഹലോ, ഓപ്പൺ ദ ഡോർ. ടക് ടക്. അയ്യോ, മുട്ടല്ലേ. നോക്ക് നോക്ക് കതകിൽ മുട്ടിയതോടെ ചതിച്ചോ, ദാ പോണേ. എന്തിനാ കരയുന്നത്? വിശന്നിട്ടാണോ? എന്തോ കുഴപ്പമുണ്ട്. എന്തോ അടയാളം കാണിക്കുകയാ. പിന്നാലെ പോയി നോക്കാം. മായാവി, അമ്പടാ, ഇത് കാണിക്കാനാണോ നീ വിളിച്ചത്? കിട്ടിപ്പോയി. സ്റ്റോപ്പ്. ആരാ? ഞാൻ
ഞാനാണ് കാക്കോച്ചി, ഈ മരപ്പൊത്തിന്റെ ഉടമസ്ഥൻ. എന്റെ അനുവാദമില്ലാതെ ഇതിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ വടിയുടെ ഉടമസ്ഥൻ മായാവിയാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൊത്തിനകത്ത് വെച്ചാൽ പുറത്തെടുക്കാൻ ഞാൻ അനുവദിക്കണം. ഓഹോ, എങ്കിൽ മായാവിക്ക് പൊത്തിൽ നിന്ന് പുറത്തിറങ്ങാനും തന്റെ അനുവാദം വേണോ? വേണം. തിരിച്ചു വെക്കാൻ വടി. ശരാ, വല്ലാത്ത ചതിയായി പോയി. അതായത് ഇനി മായാവിക്കും വടിക്കും പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ലേ? ഒറ്റ വഴിയേ ഉള്ളൂ. പകരം എന്തെങ്കിലും വെച്ചാൽ ഇതെടുക്കാം. അത്രയും സിമ്പിളാണോ? അത് ഞാൻ ഏറ്റു. ഈ മാങ്ങ വെച്ചാൽ പോരെ? മതി, പക്ഷെ അതിനു മുമ്പ് എടുത്ത വടി തിരിച്ചു വെക്കണം. ഓക്കേ, ഇതാ വെച്ചു. താങ്ക് യു. ചതിച്ചു. ഇവനിതെങ്ങോട്ടാ പോകുന്നത്? ഇല്ലടാ അവിടെ. ചേടാ, ഇതിനകത്ത് കൂടി മേലോട്ട് വഴിയുണ്ടോ? ഹിഹി. അമ്മടാ, വിടില്ല നിന്നെ ഞാൻ. സ്റ്റോപ്പ്. സ്റ്റോപ്പോ? എന്നാ പ്രശ്നം? പൊത്ത് എന്റേതല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ല. പകരം എന്തെങ്കിലും വെച്ചാൽ അമ്മുമ്മയ്ക്ക് പുറത്തിറങ്ങാം. എന്തു പകരം വെക്കാൻ? അയ്യോ, ഞാൻ കുടുങ്ങി. എടാ, ദാഹിച്ചിട്ട് വയ്യ, നീ പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. അവിടെ ഒരു കുടം. വെള്ളമുണ്ടല്ലോ. ഇതാരെ ഇവിടെ കൊണ്ടുവച്ചത്? ആ, ഏതായാലും ദാഹം തീർക്കാം. ആദ്യം ഞാൻ കുടിക്കാം. കുടിച്ചു തീർക്കരുത്. എന്താടാ ഇരുന്ന് കളഞ്ഞത്? എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒറ്റയടിക്ക് വെള്ളം കുടിച്ചിട്ടാ, മെല്ലെ കുടിക്കണം. ദാ ഇതുപോലെ. അമ്മേ, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റി. ഇതെന്താ ഡാൻസോ? അനങ്ങാൻ പറ്റുന്നില്ലടാ. എങ്കിലെന്തോ പ്രശ്നമുണ്ട്. മനസ്സിലായി, വെള്ളമാ കുഴപ്പം. കുഴപ്പമൊക്കെ മനസ്സിലായടാ. അതാണ് ആൽഫബറ്റ് കുടം. അതിലെ വെള്ളം കുടിച്ചാൽ നമ്മൾ നമ്മുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പോലെയാവും. നീ എൽ പോലെ ആയി, ലുട്ടാപ്പിയുടെ എല്ല്. ശരിയാ, അപ്പൂപ്പൻ കെ പോലെയാ. ഇനി ഞാൻ രക്ഷപ്പെടണമെങ്കിൽ വേറെ ആരെങ്കിലും വെള്ളം കുടിക്കണം. ഇത്രയൊക്കെ അറിഞ്ഞിട്ട് അപ്പൂപ്പൻ എന്തിനാ അത് കുടിച്ചത്? എടാ, അതിന് ഇത് ആ കുടമാണെന്ന് മനസ്സിലായില്ലടാ. നീ തന്നെ കുടിക്ക്. നിനക്ക് ചുമ്മാ എല്ല് പോലെ ഇരുന്നാൽ പോരെ. വേറെ ആരെങ്കിലും വരുമോ എന്ന് നോക്കാം. ഏതെങ്കിലും കഴുതയോ കുരങ്ങനോ വന്ന് കുടിച്ചാൽ മതിയായിരുന്നു. കഴുത കുടിച്ചാൽ ഡി പോലെ നിൽക്കും, ഡോങ്കി. ഡോങ്കി എന്ന് നമ്മൾ വിളിക്കുന്ന പേരല്ലേ? കഴുതയുടെ അച്ഛനും അമ്മയും ഇട്ട പേര് വേറെ ഇരിക്കും. വേറെ ഒരു ഡി വരുന്നു, ഡാങ്കിനി. ഇതെന്താ, വ്യായാമമാണോ? കുട്ടൂസ, ഒരു സർപ്രൈസ് ഉണ്ട്, അറിയട്ടെ. ആദ്യം ഈ വെള്ളം കുടിക്ക്. ശരിയാ, കുടിക്കാം. നടന്നു തളർന്നു. ഇതെന്താ? ആവൂ, ഞാൻ രക്ഷപ്പെട്ടു. എന്താ പൊട്ടുന്ന ശബ്ദം? മായാവി. സഞ്ചിയിൽ മായാവി കുപ്പി ഉണ്ടായിരുന്നടാ മണ്ട. സോറി, അതായിരുന്നല്ലേ സർപ്രൈസ്. ഞാനെന്താ ഇങ്ങനെ വളഞ്ഞ്? നീയുടെ ഈ സൈഡ് ഒന്നും കൂടി